കുഞ്ഞുവാവ വരുന്നതിന് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് അവൾക്കായിരുന്നു. എന്നാൽ കുഞ്ഞു വന്ന ശേഷം പലപ്പോഴും അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റാതെ വന്നു. പലപ്പോഴും രണ്ടാമത്തെ കുഞ്ഞ് വരുമ്പോൾ അമ്മയ്ക്കുണ്ടാവുന്ന ഏറ്റവും വലിയൊരു നോവാണിത്. നമ്മുടെ വീട്ടിലേക്ക് ഒരു കുഞ്ഞു വാവ വരുമ്പോൾ എന്തൊരു സന്തോഷമാണല്ലേ. ആകപ്പാടെ ഒരു ഉത്സവ അന്തരീക്ഷം. എല്ലാവർക്കും പുതിയ വാവയെ എടുക്കാനും കൊഞ്ചിക്കാനും ഒക്കെ ആയിരിക്കും തിടുക്കം. പക്ഷേ ഈ തിരക്കിനിടയിൽ നമ്മളൊരു കാര്യം മറന്നു പോകരുത്, നമ്മുടെ ആദ്യത്തെ കുഞ്ഞിനെ. ആദ്യമൊക്കെ അവരായിരുന്നു നമ്മുടെ ലോകം. അവരുടെ ചിരിയും കളിയും എല്ലാം കേട്ടാണ് നമ്മൾ ഓരോ ദിവസവും ഉണർന്നിരുന്നത്. പെട്ടെന്നൊരു ദിവസം പുതിയൊരാൾ കടന്നു വരുമ്പോൾ ഈ കൊച്ചു മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കിക്ക് മനസ്സിലൊരു ചെറിയ സങ്കടം വരാം. എന്നെ ഇപ്പോൾ ആർക്കും വേണ്ടാതായോ? എൻ്റെ അമ്മയും അച്ഛനും എന്നെ സ്നേഹിക്കുന്നത് കുറഞ്ഞോ? അങ്ങനെയൊക്കെ കുഞ്ഞു മനസ്സുകൾ ചിന്തിച്ചു കൂട്ടും. ചിലപ്പോൾ അവർ പുതിയ കുഞ്ഞിനോട് ചെറിയ ദേഷ്യം കാണിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ വാശിയും കുറുമ്പുമൊക്കെ കാണിച്ചെന്നിരിക്കും. അതൊന്നും നമ്മളോടുള്ള വാശിയല്ല, അവരുടെ ഉള്ളിലെ പേടിയും സങ്കടവുമാണ് അങ്ങനെ പുറത്തു വരുന്നത്. പലപ്പോഴും നമ്മൾ കുഞ്ഞിനോട് പറയും, നീ ഇപ്പോൾ വലുതായി, നീ ഒരു ചേട്ടനായി അല്ലെങ്കിൽ ചേച്ചിയായി, നീ ഒരു വലിയവളായി എന്ന് പറയാറുണ്ട്. ഈ വാക്കുകൾ കുട്ടി കേൾക്കുമ്പോൾ കുട്ടിക്ക് തോന്നുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, നിനക്കിനി കരയാൻ പാടില്ല, നീ ഇനി തെറ്റുകളൊന്നും ചെയ്യാൻ പാടില്ല, നീ ഇനി കുഞ്ഞിനെ പോലെ പെരുമാറാൻ പാടില്ല. അങ്ങനെയൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മുടെ കുഞ്ഞ് വളരുന്നത്. കുഞ്ഞ് കരയുമ്പോൾ എല്ലാവരും ഓടിയെത്തും. അതേസമയം വലിയവളായ മകൾ സഹിക്കണം, നീ അഡ്ജസ്റ്റ് ചെയ്യണം, അങ്ങനെ ഒരു ടാഗ് ലൈനിൽ കൂടിയാണ് അവൾ പോകുന്നത്. ഇത് അവരിൽ അസൂയ, നിരാശ, ഭയം ഇതെല്ലാം ഉണ്ടാക്കുന്നു. പക്ഷേ അവയെ അംഗീകരിക്കാതെ നീ വലിയവളാണ് എന്ന വാക്ക് ഉപയോഗിച്ച് അവളെ ഒറ്റപ്പെടുത്തും നമ്മൾ. അതിന് പകരം നിനക്കിങ്ങനെ തോന്നുന്ന സ്വാഭാവികമാണ് എന്ന് കുട്ടീനെ ഒരു ആശ്വാസം നൽകുന്നത് പോലെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം. അതുപോലെ അവളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, നീ ഇപ്പോൾ വലിയ കുട്ടിയായി അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ വേണമെങ്കിലും നമുക്ക് ഈ ടാഗ് ലൈൻ ഉപയോഗിക്കാം. പക്ഷേ അതിനൊപ്പം അവളുടെ വികാരങ്ങൾക്ക് അവിടെ ഇടം നൽകണം. കുഞ്ഞിനൊപ്പം സമയം ചെലവഴിക്കുന്നത് പോലെ തന്നെ മൂത്ത മകളുടെ കൂടെയോ അല്ലെങ്കിൽ മകൻ്റെ കൂടെയോ പ്രത്യേകമായി സമയം ചെലവഴിക്കുക. അതുകൊണ്ട് പുതിയ കുഞ്ഞുമായി ബന്ധപ്പെട്ട തിരക്കുകൾക്കിടയിൽ നമ്മുടെ ആദ്യത്തെ കൺമണിയെ പ്രത്യേക പരിഗണന നൽകണം. അവരെ കെട്ടിപ്പിടിച്ചു പറയുക, വാവേ, നീയാണ് എൻ്റെ ആദ്യത്തെ കൺമണി, നിങ്ങളോടുള്ള എൻ്റെ സ്നേഹം ഒരിക്കലും മാറില്ല. പുതിയ കുഞ്ഞിനെ പരിചയപ്പെടുത്തുമ്പോൾ, ഇത് നിൻ്റെ അനിയൻ അല്ലെങ്കിൽ അനിയത്തിയാണ്, നമുക്ക് ഒരുമിച്ച് ഇവനെ നോക്കാം എന്ന് പറഞ്ഞ് അവരെയും കൂടെ കൂട്ടണം. തീർച്ചയായും ഒരു അമ്മയെ സംബന്ധിച്ച് ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അമ്മയും അച്ഛനും ഒരുമിച്ച് കുട്ടിയോട് സംസാരിച്ച് അവളുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കുഞ്ഞിനൊപ്പം സമയം ചെലവഴിക്കുന്നത് പോലെ തന്നെ ആദ്യത്തെ കുഞ്ഞിനോടൊപ്പവും പ്രത്യേകമായി സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക. തീർച്ചയായും രണ്ടാമത് അമ്മയാവുന്ന എല്ലാ സ്ത്രീകൾക്കും ഈ വീഡിയോ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഒരിക്കലെങ്കിലും ഈ സിറ്റുവേഷൻ എല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങളുമായി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.